ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ പാചകമാണ്. വൈഫിന് പനി അടിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് അരി ഇടണം. അപ്പോൾ അരിക്കുള്ള വെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ആദ്യം അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്കിനി ഇപ്പോൾ വെള്ളം കാഞ്ഞിട്ടുണ്ട്. നമുക്ക് അരി ഞാൻ കരിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കരി അങ്ങ് ഇടാം. ഓക്കെ, അപ്പോൾ കരി അവിടെ കിടന്ന് തിളക്കട്ടെ. നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം. അതായത് നമുക്ക് ഇപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ നമുക്ക് സെറ്റ് ചെയ്യാം. എന്താണ് ചെമ്മീൻ ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് അതിനായിട്ട് പാത്രം അടുപ്പത്ത് പാത്രം ചൂട് നമ്മൾ പാത്രം ചൂടായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനെടുത്ത് ഇടാം. ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ചെമ്മീനൊന്ന് ഡ്രൈ ആവട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട്. ഉള്ളി, പിന്നെ അതുപോലെ കൊല്ലമുളക്, കറിവേപ്പില. ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഉള്ളി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇടുവാൻ. അതുപോലെ തന്നെ ഇതുണ്ട്, കൊല്ലമുളക്, കറിവേപ്പില ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും ചെയ്യുന്നത്. നമ്മളെ ഉണക്കച്ചെമ്മീനൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയും മുളകും വെള്ളം അതൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇത് അതിനകത്തേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. നമുക്ക് അത് ഓഫ് ചെയ്ത് അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ ഈ ചെമ്മീനിലേക്ക് ചേർക്കാനുള്ള ഉള്ളിയും മുളകും ഇത് ഇടിച്ചു വെച്ചേക്കണം. അത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. ഞാൻ വിട്ടുപോയി. അപ്പൊ നമുക്കത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ എടുത്തിടാം. അപ്പോൾ അത് ഉണക്കച്ചെമ്മീൻ ആക്കിയപ്പോൾ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി കൂടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ അങ്ങനെ ഇതിനകത്തേക്ക് ഇടാം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇത് കരിവ് വരും, കരിഞ്ഞൊരു ഫീൽ കിട്ടും. അത് കാരണം അത് വേണ്ട. നമുക്ക് ഇതൊന്ന് മൂത്തതിന് ശേഷം ഇടുകയാണെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് കറിവേപ്പില കൂടി ഇട്ടേക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ചെമ്മീനിടാം. ചെമ്മീനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തി. ഒരു കറി നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് പപ്പടക്കറിയാണ്. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം. അത് പപ്പടക്കറി, എൻ്റെ ഫേവറേറ്റ് കറി ആട്ടത്. പപ്പടം ആദ്യം നമുക്കൊന്ന് പൊരിക്കണം. അപ്പം അടുത്ത നമ്മുടെ പപ്പടക്കറി. അപ്പം അതിനുള്ള പപ്പടം കാച്ചി വെക്കണം. അപ്പം അതിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം. പാഴ്സലിൽ എണ്ണ ഒഴിക്കുക. എൻ്റെ ഇത് സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടാവട്ടെ. ഇപ്പം എണ്ണ ചൂടായെന്ന് നോക്കാം. ആയില്ല, എണ്ണ ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം അതിനകത്തേക്ക് ഇടാം. കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ തിങ്ങിപ്പോ. ഇതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പപ്പടം ഏതാണ്ട് കാച്ചി കഴിയാൻ വേണ്ടിയിട്ടാണ്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നമുക്ക് മസാലയിലേക്ക് പോകണം. ഇതിൻ്റെ നമുക്ക് ഇത് കഴിയുമ്പോൾ മസാല റെഡിയാക്കാം. മെത്തേഡ് തന്നെ. ഇതിനകത്തേക്ക് മസാല ഇടാനുള്ള. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
നമുക്ക് ഇനി ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇത് മൂത്തിട്ടുണ്ടാവും. സവാള ഇടാം. സവാള ആവശ്യപോലെ ഇടാട്ടെ, അങ്ങനെ ഇത്തിരി കൂടുതലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉപ്പ് നമുക്ക് അധികം ചേർക്കണ്ട, പക്ഷെ പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ടേ ഉപ്പ് കൂടിപ്പോ. പപ്പടത്തിനെല്ലാം ഉപ്പുണ്ടല്ലോ, കാരണം ആവശ്യത്തിന് ചേർത്താൽ മതി. സവാള നല്ലോണം വാടിയിട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അതിനകത്തേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെപ്പർ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം നമുക്ക് അതിനകത്തേക്ക്. അപ്പം അതിനുള്ള വെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. തിള വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പപ്പടം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പപ്പടയൊക്കെ സെയറായിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കാം. ഓക്കെ.